ഹലോ മങ്സ്, വെൽക്കം ടു കെറ്റോമങ്കി. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സൗണ്ട്നെസ് ലെയർ എന്ന പ്രൊജക്റ്റിനെ കുറിച്ചാണ്. അപ്പോൾ ഈ പ്രൊജക്റ്റിനെ കുറിച്ച് നമ്മുടെ ടെലഗ്രാം കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ഒരുപാട് ദിവസങ്ങൾ ഇതിൻ്റെ ഓൺ ബോർഡ് റോളിന് വേണ്ടി നമ്മൾ കുറേ പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളന്ന് വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല, വളരെ എളുപ്പമായിരുന്നു ഓൺ ബോർഡ് റോൾ ഇടാനായിട്ട്. അപ്പോൾ ഒരുപാട് പേര് റോൾ എടുത്തെന്നാണ് വിശ്വസിക്കുന്നത്. ഓൺ ബോർഡ് റോൾ എടുക്കാത്തവർക്ക് ഇപ്പോൾ ഈ ടെസ്റ്റ് ആയിട്ട് ചെയ്യാൻ സാധിക്കില്ല. എന്താണ് ഓൺ ബോർഡ് റോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടെലഗ്രാം ഡിസ്കോഡിൽ നമുക്ക് ഇടുന്ന ഈ ഒരു റോളാണ് ഓൺ ബോർഡഡ് എന്ന് പറഞ്ഞ റോളാണ് ഓൺ ബോർഡ് റോൾ എന്ന് പറയുന്നത്. ഇനി അത് കിട്ടണമെന്നുണ്ടെങ്കിൽ അവർ സെർവർ ബൂസ്റ്റ് ചെയ്യണം. പിന്നെ നല്ല കൺജഷനാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ഇനി നിങ്ങൾക്ക് പുതുതായിട്ട് കയറി വരുന്നവർക്ക് ഓൺ ബോർഡ് റോഡ് കിട്ടാനായിട്ട് നല്ല ടഫായിരിക്കും. അതുണ്ടെങ്കിൽ മാത്രമാണ് ഈ ടെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അഡീഷണൽ അത് കൂടാതെ എക്കോ, അതുപോലെ ബ്ലൂ, അതുപോലെ വാവ, അങ്ങനെ പറഞ്ഞ ഒരുപാട് റോളുകൾ വേറെ ഉണ്ട്. അപ്പോൾ അവർക്ക് പ്രയോറിറ്റി അനുസരിച്ചാണ് എന്ത് ഇടുന്നത്, നിങ്ങൾക്ക് ടെസ്റ്റിനായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നത്. എല്ലാവർക്കും ടെസ്റ്റിനായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല. അറ്റ് എ ടൈം ഓരോരുത്തർക്കാണ്. അപ്പോൾ നമുക്ക് ടെസ്റ്റിനായിട്ട് അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചാനലിലേക്ക് വന്നു കഴിഞ്ഞാൽ ആരൊക്കെയാണ് നമുക്ക് ആക്സസ് കാണാൻ പറ്റും. ഇപ്പോൾ എക്കോ എന്ന് പറഞ്ഞ റോളുള്ളവർക്കാണ് ഇപ്പോൾ ആക്സസ്. 24 മണിക്കൂർ മാത്രമേ ഉള്ളൂ ഇന്നത്തെ ദിവസം 26-ാം തീയതി 24 മണിക്കൂർ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലൂപ്പ്, വാവ എന്ന് പറഞ്ഞവർക്കൊക്കെ ഓൾറെഡി ഇത് കഴിഞ്ഞു. ഇനി അടുത്ത അവസരം വരും. അതിനർത്ഥം എപ്പോഴും ഇതുപോലെ ആയിരിക്കുന്നല്ല, ഇവരെ ബോട്ട് ചിലപ്പോൾ കൺസിസ്റ്റൻ്റ് ആവുന്നവരെന്ത് ചെയ്യും, ചിലപ്പോൾ ഇതുപോലെ ഇങ്ങനെ ചെറുതായിട്ട് ബാച്ചായിട്ട് കൊടുക്കാനായിരിക്കും ഉദ്ദേശം. അപ്പോൾ ഇനി 2 റോളോടെ ഉണ്ട്, ബ്ലൂപ്പ്, അങ്ങനെ 2 റോളോടെ ഉണ്ട്. അവർ ബ്ലൂപ്പ് കഴിഞ്ഞു തന്നെ. അപ്പോൾ അതുപോലെ 2 റോളുകൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോരുത്തർക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ റോള് കിട്ടിയവരെ കാര്യമായിട്ട് പറയുന്നത്, ആദ്യം തന്നെ നമുക്ക് കുറച്ച് സെറ്റപ്പ് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് ഈ സൗണ്ട് ഗെയിം എന്ന സംഭവം ഉണ്ടാവും. അപ്പോൾ അതിൽ വന്നിട്ട് നിങ്ങളുടെ ഇതിലേക്ക് ഒരു മെസ്സേജ് അയക്കണം. അപ്പോൾ ഇതെന്ത് ചെയ്യുക, ഇതൊന്ന് ക്ലിക്ക് ചെയ്യുക, സൗണ്ട് ഗെയിം ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം മെസ്സേജ് എടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, ഒരു ഹായ് അങ്ങനെ എന്തെങ്കിലും അയച്ചു കൊടുക്കുക. ഇപ്പോൾ ഞാനിവിടെ അയച്ചിരിക്കുന്നത് ഹായ് സൗണ്ട്, GM സൗണ്ട് എന്തെങ്കിലും അയച്ചിട്ടാൽ മതി. അതിനുശേഷം എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ നേരെ ഗിറ്റബ് ഇതിലേക്ക് തന്നെ വരിക. അതിനുശേഷം ഗെയിം അരീന എന്ന ചാനൽ കാണും. അവിടെ പോയിട്ട് എന്ത് ചെയ്യുക, /8queens എന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ ഇവിടെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ വരില്ല, കാരണം ഓൾറെഡി ഞാൻ 2 ഗെയിം കളിച്ചു. 3 ഗെയിം പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ 2 ഗെയിം കളിച്ചു. അപ്പോൾ 2 ഗെയിം കളിച്ചതിൻ്റെ റിസൾട്ട് ഓൾറെഡി എൻ്റെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ അടിച്ച് എന്ത് വരും, ഇതുപോലെ നിങ്ങൾക്ക് ഒരു ലോഞ്ച് ഗെയിം ബട്ടൺ വരും. അത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, ഈ സൈറ്റിലേക്ക് പോവുക. അതിനുശേഷം എന്ത് ചെയ്യുക, ഇവിടെ വന്നിട്ടാണ് ഈ ഗെയിം കളിക്കാനുള്ളത്. ഓക്കെ, ആ കിട്ടുന്ന ലിങ്ക് വഴി മാത്രമേ കളിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 8 ക്വീൻസ് കളിച്ച് കഴിഞ്ഞാൽ എന്ത് പറ്റും, നിങ്ങൾക്ക് കളിക്കാനായിട്ട് വളരെ എളുപ്പമാണ്. അപ്പോൾ ഏറ്റവും എളുപ്പമുള്ള പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് ഇവിടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ നമ്മളിവിടെ ഒരു മെസ്സേജ് ഗോഡിൽ നിന്ന് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 1586 കാണാൻ പറ്റും. അപ്പോൾ ഓരോ ദിവസം ഓരോ കോമ്പിനേഷൻ റൺ എടുക്കാനായിട്ട് നോക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ മെസ്സേജ് കോപ്പി ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ സേവ്ഡ് മെസ്സേജിൽ എവിടെയും കൊണ്ടിടുക. എന്നിട്ട് ഫസ്റ്റ് കോമ്പിനേഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഫസ്റ്റ് കോമ്പിനേഷൻ പറഞ്ഞിട്ടുണ്ടാകുന്ന വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എന്ത് ചെയ്യും, ഇതുപോലെ കട്ടകളായിട്ട് ഇങ്ങനെ ഓരോ കട്ടകളുണ്ടാവും. അപ്പോൾ അതിന് ഫസ്റ്റ് റോയിൽ ഫസ്റ്റത്തെ ഒരു കീനെ പ്ലേസ് ചെയ്യുക. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. സെക്കൻഡ് റോയിൽ എന്ത് ചെയ്യണം, സെക്കൻഡ് റോയിൽ 5th പൊസിഷനിൽ ക്ലിക്ക് ചെയ്യുക. തേർഡ് റോയിൽ 8th പൊസിഷനിൽ ക്ലിക്ക് ചെയ്യുക. 4th റോയിൽ 6th പൊസിഷനിൽ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ 8 റോയിലും ഇതുപോലെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് എന്ത് പറ്റും, 8 ക്വീൻസിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ വിൻ ചെയ്യും. അപ്പോൾ ഇതിലൊരു പ്രോ ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഗെയിം കളിക്കുമ്പോൾ ഏറ്റവും പെട്ടെന്ന് കംപ്ലീറ്റ് ആക്കാനായിട്ട് നോക്കുക. കാരണം ഇവർക്കൊരു ലീഡർ ബോർഡ് എന്ന് പറഞ്ഞു. അപ്പോൾ ഏറ്റവും പെട്ടെന്ന് കംപ്ലീറ്റ് ആക്കുന്നവർക്കായിരിക്കും ചിലപ്പോൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് ലീഡർ ബോർഡിലേക്ക് വരിക. അപ്പോൾ നിങ്ങൾ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നായിട്ട്, അവിടെ ലോഞ്ച് ഗെയിം കൊടുക്കുന്നതിന് മുന്നായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഏത് കോഡാണ് നിങ്ങൾ അടിക്കാൻ പോകുന്നത്, ഒരു പ്രാവശ്യം അടിച്ച കോഡ് വാലിഡ് ആയിരിക്കില്ല, വേറെ കോഡ് എടുക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾ റാൻഡായിട്ട് എടുത്ത് പോകാതെ കറക്റ്റ് ഓർഡറിൽ തന്നെ എടുത്ത് പോവുക. ആകെ ക്വീൻസ് പ്രോബ്ലത്തിന് 92 സൊല്യൂഷൻ ഉണ്ട് ആകെ ഉള്ളതാണ്, 91 തൊണ്ണൂറ്റോ. ആ സൊല്യൂഷൻ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സൊല്യൂഷൻ ഇല്ല. അപ്പോൾ നിങ്ങൾ വെറുതെ റാൻഡായിട്ട് എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും, ഇത് ഓൾറെഡി യൂസ് ചെയ്താണ്, നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല, വേണ്ടി എന്ത് ചെയ്യും, ചിലപ്പോൾ എറർ കാണിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ എന്ത് ചെയ്യണം, കറക്റ്റ് ഓർഡറിൽ തന്നെ എടുത്ത് പോവുക. ഇന്നത്തെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വേണമെങ്കിൽ ഇതിൽ നിന്ന് എഡിറ്റ് ചെയ്ത് മാറ്റാം. അതിനുശേഷം എന്ത് ചെയ്യുക, അടുത്ത് എടുക്കുക. അങ്ങനെ ഓരോന്നെടുത്ത് എന്ത് ചെയ്യുക, നമുക്ക് ഓരോ ഡെയിലി കംപ്ലീറ്റ് ആക്കാം. ഒറ്റ ദിവസം പോലും മിസ് ചെയ്യരുത് ഈ ഗെയിം കംപ്ലീറ്റ് ആക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഗെയിം കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് DM-ൽ, അതായത് സൗണ്ട് ഗെയിമിൻ്റെ DM-ൽ എന്ത് വരും, ഒരു മെസ്സേജ് വരും ഇതുപോലെ 8 ക്യൂസ് കംപ്ലീറ്റ് ചെയ്തു. നിങ്ങൾ ടൈം, ഞാൻ പറഞ്ഞില്ലേ ഈ ടൈം അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ടൈം വെച്ചിട്ടായിരിക്കും അവർ എന്ത് ചെയ്യുക, ലീഡർ ബോർഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എനിക്ക് ഓൾറെഡി 2ാമത്തെ ഗെയിമിന് നല്ല ടൈം എടുത്തു, കാരണം ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്തു. ഞാൻ ഓൾറെഡി ഒരു വീഡിയോ റെക്കോർഡിങ് കഴിഞ്ഞതായിരുന്നു, പക്ഷേ സ്ക്രീൻ റെക്കോർഡ് ആയില്ല. അതാണ് പറ്റിയത്. അല്ലെങ്കിൽ ഈ വീഡിയോ മുന്നേ തന്നെ എത്തിയാണ്. അപ്പോൾ അതിനുശേഷം എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഇവിടെ താഴെ പ്രൂഫ് ജനറേറ്റ് എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാൻ പറ്റും, ലെഗറോ പ്രൂഫ് എന്ന് പറഞ്ഞിട്ട്. അത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. അത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് വരും, ഇതുപോലൊരു കോഡ് വരും. ഈ കോഡ് അടിച്ചു കൊടുത്ത് നമ്മുടെ ക്ലീയിൽ കമാൻഡ് ലൈൻ ഇൻ്റർഫേസിൽ അടിച്ചു കൊടുത്താൽ മാത്രമാണ് ഒരു സെറ്റ് ഓഫ് ഗെയിം കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ ഇത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വെറുതെ ഗെയിം കളിച്ചു, പ്രൂഫ് ജനറേറ്റ് എന്ന് വെച്ചിട്ട് വേറെ ഒന്നും കിട്ടാൻ പോകുന്നില്ല. ഈ ജനറേറ്റ് ചെയ്യുന്ന ഈ കോഡ് നിങ്ങളുടെ കീ ആയിട്ട് അറ്റാച്ച് ചെയ്യണം. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു ഗെയിം കംപ്ലീറ്റ് ആയി, ഒരു സെക്ഷൻ കംപ്ലീറ്റ് ആയി എന്ന് പറയാൻ പറ്റുള്ളൂ. ഇത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം. എല്ലാവരും വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഗെയിം കംപ്ലീറ്റ് ചെയ്തു, ജനറേറ്റ് ചെയ്തു, പരിപാടി കഴിഞ്ഞു എന്നല്ല. ഇത് ക്ലീയിൽ
അറ്റാച്ച് ചെയ്താൽ മാത്രമാണ് കംപ്ലീറ്റ് ആവുകയുള്ളൂ എന്നുള്ള കാര്യം ഓർക്കുക. ഇനി നമുക്ക് കമാൻഡ് ലൈൻ ഇന്റർഫേസ് ഒരുപാട് പേർക്ക് ഡൗട്ടുള്ളതാണ്. അതായത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്തുകൊണ്ട് വന്നപ്പോൾ നമ്മൾ ആദ്യം ചെയ്തുകൊണ്ട് നമുക്ക് എന്തുണ്ടായിരുന്നു, നമുക്ക് ഒരു കോഡ് സ്പേസ് ഉണ്ടായിരുന്നു. ചിലർക്ക് ആ കോഡ് സ്പേസ് ഉണ്ടാവില്ല. അങ്ങനെ ആ കോഡ് സ്പേസ് ഇപ്പോഴും ആക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ നിങ്ങളുടെ ഗിറ്റബിൻ്റെ ഇതിലേക്ക് വരിക. ഗിറ്റബിൻ്റെ വീഡിയോ ഇതുവരെ കാണാത്തവരാണെങ്കിൽ പോയി കാണുക. ഞാൻ വീണ്ടും റിക്വസ്റ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഗിറ്റബ് ഇതുപോലെ ചില ഓടി ചെന്ന് ഇതുപോലത്തെ ആക്ടിവിറ്റി ഒക്കെ ചാടി ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അടിച്ചു പോകാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇത് റിക്വസ്റ്റ് ചെയ്യുന്നത്. പോയി വീഡിയോ കണ്ട് കുറച്ച് ആക്ടിവിറ്റി ചെയ്യാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഗിറ്റബിനെ പോകുള്ളൂ. കുറേ ടെസ്റ്റിലൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഇഷ്യൂസ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് വളരെ ഹൈ ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കോഡ് സ്പേസ് ഒന്ന് കാണാൻ പറ്റും. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ക്രിയേറ്റ് ചെയ്ത കോഡ് സ്പേസ് ഒക്കെ ഇവിടെ കാണാൻ പറ്റും. ഇപ്പോൾ എൻ്റെ ഒന്നുമില്ല, ഞാനൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഒന്നും കാണാത്തത്. ഓക്കെ, അപ്പോൾ നമുക്ക് പോകാനുള്ള നിങ്ങൾക്ക് ഇവിടെ കോഡ് സ്പേസ് കാണാമെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ സൗണ്ട്ലെസ് അന്ന് ഉണ്ടാക്കിയ കീ ജനറേറ്റ് ആയ കോഡ് സ്പേസ് ഇവിടെ കാണാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, നമുക്ക് നേരെ സൗണ്ട്ലെസ്സിൻ്റെ ഇതിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഇതിൻ്റെ സൗണ്ട്ലെസ് ക്ലീ എന്ന് പറഞ്ഞ ഫോൾഡറിലേക്ക് പോകുന്നു. അവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഇവിടെ നിന്ന് കിട്ടിയ കോഡില്ലേ ഇത് കോപ്പി ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, ഇപ്പോൾ ഒരു നോട്ട് പാഡിൽ കൊണ്ട് ആദ്യം തന്നെ എന്ത് ചെയ്യുക, അത് പേസ്റ്റ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ പോയിട്ട് ഒരു കീ എടുക്കുകയാണ്. അതിനുശേഷം ഒരു നോട്ട് എടുത്തിട്ട് പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഉണ്ടാക്കിയ കീക്ക് ഒരു പേര് കൊടുത്തിട്ടുണ്ടാവും. ആ പേര് മാത്രം ഈ ഒരു ആംഗിൾ ബ്രാക്കറ്റ് ഉണ്ടോ, ഈ ആംഗിൾ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള ആൾക്കാരെ മാത്രം മാറ്റുക. ആംഗിൾ ബ്രാക്കറ്റ് അടക്കം മാറ്റുക. അതിനുശേഷം നിങ്ങൾ ഉണ്ടാക്കിയ പേര് മൈക്കി എന്നാണ് വിചാരിക്കുക. ആ മൈക്കി എന്ന് അടിച്ചു കൊടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, ഇത് മൊത്തം കോപ്പി ചെയ്തിട്ട് നിങ്ങളുടെ കമാൻഡ് പ്രോംപ്റ്റിൽ കൊണ്ട് എന്ത് ചെയ്യുക, അടിക്കുക. അപ്പോൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഇത് പറയുന്നത് ഓൾറെഡി കോഡ് സ്പേസ് ഉള്ളവരുടെ കാര്യമാണ്. അത് ആക്റ്റീവായിട്ടുള്ളവർക്ക് മാത്രമാണ് ഈ സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പരിപാടി റൺ ആവുള്ളൂ. ഓക്കെ, ഇനി ഇപ്പോൾ ഓൾറെഡി നമ്മുടെ കോഡ് സ്പേസ് പോയി, എനിക്ക് പുതിയതായിട്ട് തുടങ്ങണമെന്ന് വിചാരിക്കാം. അങ്ങനെയുള്ളവർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഓൾറെഡി കോഡ് സ്പേസ് പോയാലും നിങ്ങൾക്ക് പ്രശ്നമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവർ ഒരു പുതുതായിട്ട്, അതായത് സൗണ്ട്നെസ് ഒരു അപ്ഡേറ്റ് കൊണ്ടുവന്നിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, പുതിയ കീ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇവിടെ രജിസ്റ്റർ ചെയ്യാം. നമ്മൾ അന്ന് ചെയ്യില്ലേ, അതേ കീ എന്ത് ചെയ്യാം, പുതുതായിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ രജിസ്റ്റർ ചെയ്യാനായിട്ട് പറ്റുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, പുതിയൊരു കീ വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് എന്ത് ചെയ്യും, സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യണം, നമ്മൾ ഈ ഒരു റെപ്പോസിറ്ററി നമ്മൾ എന്ത് ചെയ്യണം, ഫോർക്ക് ചെയ്യണം അല്ലേ. ഫോർക്ക് ചെയ്താൽ മാത്രമല്ലേ നമ്മുടെ ഇതിലേക്ക് വരുള്ളൂ, അല്ലാതെ ഇവരുടെ റെപ്പോസിറ്ററി വർക്ക് ചെയ്യാൻ പറ്റുമോ, ഇല്ല. അപ്പോൾ ഞാനൊരു സൗണ്ട്ലെസ് ലെയർ എന്ന് പറഞ്ഞ പേര് കൊടുത്തു. അതിനുശേഷം ഞാൻ ഇവിടെ CM എന്ന് പറഞ്ഞ പേര് കൊടുക്കുകയാണ്. അതിനുശേഷം ക്രിയേറ്റ് ഫോർക്ക് എന്ന് കൊടുത്തു. അപ്പോൾ എന്ത് ചെയ്തു, എൻ്റെ ഇതിലേക്ക് ഫോർക്ക് ചെയ്ത് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ എന്ത് ചെയ്യണം, ഞാൻ ഇതിൻ്റെ ഉള്ളിലാണ് എന്ത് ചെയ്യുന്നത്, ഒരു കോഡ് സ്പേസ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ കോഡ് ക്ലിക്ക് ചെയ്യുക, ക്രിയേറ്റ് കോഡ് സ്പേസ് ഓൺ മെയിൻ എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് ആവശ്യമുള്ള കുറച്ച് കമാൻഡുകളാണ്. അപ്പോൾ ഇത് ലോഡ് ആവാനായിട്ട് ഇച്ചിരി ടൈം എടുക്കും. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, സൗണ്ട്ലെസ് ക്ലീ എന്ന കമാൻഡ് ഫോൾഡർ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം താഴോട്ട് വരിക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ റസ്റ്റ് ടൂൾസ് എന്നൊരു ലിങ്ക് കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു പേജ് വരും. അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഈ ഒരു കമാൻഡ് കോപ്പി ചെയ്യുക. ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കുറച്ച് ലൈബ്രറീസ് ഇൻസ്റ്റാൾ ചെയ്യാനുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ പേസ്റ്റ് ചെയ്തു, കമാൻഡ് V അടിച്ച് പേസ്റ്റ് ചെയ്തു, ഇത് അലോ കൊടുത്തു. അപ്പോൾ ഒരു പ്രാവശ്യം പേസ്റ്റ് ചെയ്തു, എൻ്റർ കൊടുത്തു. അപ്പോൾ ആ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, അവിടെ ബാക്ക്ഗ്രൗണ്ടിൽ ഇൻസ്റ്റാൾ ആയിക്കോളും. 1 എന്ന് പറഞ്ഞ് കൊടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, നമ്മൾ നേരെ തിരിച്ച് വീണ്ടും ഇതിൽ റെപ്പോസിറ്ററിയിൽ വരിക. അതിനുശേഷം ഇവിടെ കാണുന്ന ഒരു കമാൻഡ് ഉണ്ട്, ആ കമാൻഡ് കോപ്പി ചെയ്യുക. കേൾ കമാൻഡ് കോപ്പി ചെയ്തതിന് ശേഷം ഇത് ഇൻസ്റ്റാൾ ആയി കഴിയുമ്പോൾ എന്ത് ചെയ്യുക, ആ കമാൻഡ് നമുക്ക് റൺ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ ഇവിടെ കോഡ് സ്പേസ് ആണ് ഉണ്ടാക്കിയത്. അപ്പോൾ നമുക്ക് ഇവിടെ കോഡ് സ്പേസ്, ഞാൻ പറഞ്ഞ പോലെ ഇവിടെ കോഡ് സ്പേസിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ എന്ത് ചെയ്യാം, ഞാൻ ഇപ്പോൾ ഉണ്ടാക്കി കോഡ് സ്പേസ് കാണാൻ പറ്റും. അപ്പോൾ എന്തുകൊണ്ട് ഒരു കാര്യം ആലോചിക്കണം, എന്തുകൊണ്ട് നിങ്ങൾക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഈ കോഡ് സ്പേസ് ഇവിടെ സ്ഥിരമായിട്ട് ഉണ്ടാവുന്നില്ല? എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ GitHub നിങ്ങൾക്ക് ഉണ്ടാക്കുന്ന ഒരു മെഷീനാണ്. എന്താണ് ആ മെഷീൻ? 2 കോറും 8 GB റാമും 32 GB ഉള്ളൊരു മെഷീനാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇതുപോലെ ഇങ്ങനെ ഒരു മെഷീനെ ലൊക്കേറ്റ് ചെയ്യുമ്പോൾ അത് ജീവിതകാലം മൊത്തം ഇങ്ങനെ നിങ്ങൾ ഒരു ആക്ടിവിറ്റിയും ചെയ്യാതെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് അത് കീപ്പ് ചെയ്തിരിക്കുന്ന നിങ്ങൾക്കൊരു വിശ്വാസം ഉണ്ടോ? ഇല്ല. അവരെന്ത് ചെയ്യും, ഡിലീറ്റ് ചെയ്ത് കളയും. അപ്പം നമ്മൾ നല്ല രീതിയിൽ ആക്റ്റീവ്, നല്ല രീതിയിൽ കമ്മിറ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അവർ ഈ ഒരു സംഭവം എന്ത് ചെയ്യും, കീപ്പ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അല്ലാതെ എന്ത് ചെയ്യും, ഇതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയും. കാരണം ഒരു പർട്ടിക്കുലർ ടൈം എന്ത് ചെയ്യും, ചിലപ്പോൾ 30 ഡേയ്സോ അല്ലെങ്കിൽ 10 ഡേയ്സ് ഇത് ഡിലീറ്റ് ചെയ്ത് കളയും. അതുകൊണ്ടാണ് പറഞ്ഞത് ഇതിനുള്ള ആക്ടിവിറ്റി വരണം. ഇതൊരു മെഷീനാണ് നിങ്ങൾക്ക് തരുന്നത്. കോഡ് സ്പേസ് ഒന്നും വെറുതെ ഒരു സ്ഥലമല്ല, ഒരു മെഷീനാണ്. ഒരു പർട്ടിക്കുലർ റാം ഉള്ളതും അതുപോലെ സ്റ്റോറേജ് ഉള്ളൊരു മെഷീനാണ് എന്ത് നിങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ കോഡ് സ്പേസിലോട്ട് വരാം. ഈ ഒരു കമാൻഡ് റൺ ചെയ്ത് കഴിഞ്ഞു. നമുക്ക് അടുത്ത കമാൻഡ് നമ്മൾ പേസ്റ്റ് ചെയ്തു, കേൾ കമാൻഡ് പേസ്റ്റ് ചെയ്തു. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ -rcയിലേക്ക് സോഴ്സ് ചെയ്യണം. അപ്പോൾ ഈ കമാൻഡ് കോപ്പി ചെയ്യുക, താഴത്തെ കമാൻഡ് വേണ്ട. അതിനുശേഷം ഇവിടെ വെച്ചിട്ട് എൻ്റർ അടിക്കുക. അതിനുശേഷം അടുത്തെടുക്കുക, സൗണ്ട്നെസ് ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ അത് കുറച്ച് നേരം എടുക്കും സൗണ്ട്നെസ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട്. സൗണ്ട്നെസ് ഇൻസ്റ്റാൾ ചെയ്ത് വയ്ക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, നമ്മൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ അതിന് അപ്ഡേറ്റും കൊടുക്കണം. അപ്പോൾ അപ്ഡേറ്റ് ചെയ്യാനുള്ള കമാൻഡ് നമ്മൾ കോപ്പി ചെയ്ത് വെക്കുക. ഓക്കെ,
അപ്പോൾ ഞാനത് കോപ്പി ചെയ്ത് വെച്ചു. അപ്പോൾ ഇതിൻ്റെ ഇൻസ്റ്റാളേഷൻ കഴിയണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇതിന് ഇൻസ്റ്റാളേഷൻ നടക്കുന്ന ഇടയിൽ തന്നെ ഞാൻ ആ ഗെയിമിൻ്റെ ഒരു മോഡ് വേണമെങ്കിൽ കാണിച്ചു തരാം. അതായത് ഇതുപോലെ ആയിരിക്കും ആ ഗെയിം ഇരിക്കുക. കുറച്ച് ഇൻ്റർഫേസ് ഒക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആ ഗെയിം ഒട്ടും മനസ്സിലാവാത്തതായിട്ടോ, കണ്ടില്ലേ 1586 ആണ് കോഡ് എടുക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം, ഒന്നാമത്തെ ബോക്സിൽ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ 1 ക്ലിക്ക് ചെയ്തു. അടുത്ത് വന്ന് നിന്നിട്ട് രണ്ടാമത് വന്ന് 5th ക്ലിക്ക് ചെയ്യണം. സെക്കൻഡ് റോയിൽ 5th 1 2 3 4 5th ക്ലിക്ക് ചെയ്യുക. അടുത്ത് വന്നിരിക്കുന്നത് എന്നിട്ട് 8th ക്ലിക്ക് ചെയ്യുക. 8th വന്ന് ഇവിടെ. അടുത്ത് വന്നിരിക്കുന്നത് 6th, പിന്നെ പറഞ്ഞിരിക്കുന്നത് ഏതാ, 6th കഴിഞ്ഞ് കഴിഞ്ഞാൽ 3 7 2 4 അല്ലേ. അപ്പോൾ നമ്മൾ 3 7 2 4 ഇല്ലേ, ഇങ്ങനെയാണ് ഈ പസിൽ സോൾവ് ചെയ്യുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ എൻ്റെ ഫസ്റ്റ് എണ്ണം ഇത് കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, ഇതെൻ്റെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതിങ്ങനെ ഡിലീറ്റ് ചെയ്യണം, ഇത് ഒരിക്കലും യൂസ് ചെയ്യരുത്, നെവർ യൂസ്. ഇനി എന്ത് ചെയ്യണം, നെക്സ്റ്റ് ഡേ എന്ത് ചെയ്യണം, നമ്മൾ ഇത് വേണം എടുത്ത് എൻ്റെ യൂസ് ചെയ്യാനായിട്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് ഓരോ ദിവസം ഓരോന്നെടുത്ത് യൂസ് ചെയ്യുക. ഒരു ദിവസം 2 3 ചാൻസാണ് ആകെ കിട്ടുള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് മാത്രം ചിന്ത ചെയ്യുക, ഈ ഓരോ പസിലും സോൾവ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. ഓക്കെ, ഇനി ഞാൻ ഇവിടെ വന്നു. അപ്പോൾ നമ്മൾ ഇപ്പോഴും കംപ്ലീറ്റ് ആയിട്ടില്ല, വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ 2 മിനിറ്റ് എടുത്തു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത് നമ്മുടെ കമാൻഡ് സൗണ്ട്നെസ് അപ്ഡേറ്റ് ആണ്, അത് പേസ്റ്റ് ചെയ്യുക. അത് അപ്ഡേറ്റ് ആകുമ്പോൾ നമുക്ക് അടുത്ത കമാൻഡ് എടുക്കാം. ഇനി അടുത്ത കമാൻഡ് എന്ന് വന്നത് ഇവിടെ കാണുന്ന ഈ കമാൻഡ് ഒന്നും വേണ്ട, ഡോക്കർ ഇൻസ്റ്റാളേഷൻ ഒന്നും വേണ്ട. നമുക്ക് നേരെ താഴോട്ട് വരാം. താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ കീ ജനറേറ്റ് ചെയ്യുന്ന ഒരു കമാൻഡ് കാണാൻ പറ്റും. അത് നമ്മൾ എന്ത് ചെയ്യുക, കോപ്പി ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, ഇവിടേക്ക് വരിക. അതിനുശേഷം ഇത് കമാൻഡ് കഴിയുന്നവരെ വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, നമുക്ക് ഇവിടെ ഇൻസ്റ്റാളേഷൻ ഒക്കെ കഴിഞ്ഞു. പക്ഷേ ഇവിടെ എന്തൊരു ഫയലില്ല, ജേസൺ. നിങ്ങൾ ആദ്യം ഉണ്ടാക്കിയപ്പോൾ key.json എന്നൊരു ഫയൽ ഉണ്ടായിരുന്നു. ആ ഫയൽ ഇവിടെ ഇല്ല. അത് എപ്പോഴാണ് ഉണ്ടാവുക, നമ്മളൊരു കീ ഇവിടെ ജനറേറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് എന്ത് ചെയ്യുക, key.json എന്ന് പറഞ്ഞൊരു ഫയൽ ഉണ്ടാവുക. നമ്മൾ അടുത്ത കമാൻഡ് റൺ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ എപ്പോഴും ഓർത്ത് വയ്ക്കണം. അതുപോലെ തന്നെ രണ്ടാമതൊരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഗിറ്റ്ഹബ് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഡിലീറ്റ് ആയി പോവില്ലേ, അത് ഒഴിവാക്കാനായിട്ട് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്തുണ്ടാകും, ഇതിൽ കമ്മിറ്റ് കൊണ്ടുവരണം. അതിനെന്ത് ചെയ്താൽ മതി, നമ്മളിവിടെ വെറുതെ റൈറ്റിലേക്ക് അടിച്ചിട്ട് ഒരു പുതിയൊരു ഫയൽ ഉണ്ടാക്കുക. ന്യൂ ഫയൽ എന്ന് പറഞ്ഞ് ക്രിയേറ്റ് ചെയ്യുക. ഞാനിപ്പോൾ ഒരു മൈ ഫയൽ എന്നൊരു ഉണ്ടാക്കണം. മൈ ഫയൽ .text ഫയൽ txt എന്ന് ക്രിയേറ്റ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യുക, ഞാൻ ഇതിനുള്ളിൽ എന്ത് ചെയ്യണം, വെറുതെ ഹലോ എന്ന് അടിച്ചു കൊടുക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഹലോ എന്ന് അടിച്ചു കൊടുത്ത വഴി സോഴ്സ് കൺട്രോളർ ഡിറ്റക്ട് ചെയ്തു. എന്നിട്ട് പറഞ്ഞു ഓക്കെ, ഇവിടെ സംതിങ് ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, അതെൻ്റെ ഇതിലേക്ക് പുഷ് ചെയ്യണം, കമ്മിറ്റ് ചെയ്യണം. അപ്പോൾ എന്തോ ഞാൻ സോഴ്സ് കൺട്രോളിലേക്ക് വരുന്നു. മസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം, ഇവിടെ ഒരു മെസ്സേജ് അടിച്ചു കൊടുക്കണം. ഞാനിവിടെ എന്തെങ്കിലും ഓക്കെ എന്ന് അടിച്ചു കൊടുത്തു, കമ്മിറ്റ് എന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ എന്ത് പറ്റും, നമ്മളെ ഈ ഉണ്ടാക്കിയ ചേഞ്ചസ് ഇപ്പോൾ ഇവിടെ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് അത് കമ്മിറ്റ് ആവാത്തത്. ഇത് റൺ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും, ഇത് കമ്മിറ്റ് ആവാത്തത്. ഓക്കെ, ഓൾവേസ് കൊടുക്കുന്നു. ഇപ്പോൾ എന്തുകൊണ്ട് സിസ്റ്റം സ്ലോ ആവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൾറെഡി 2 GB റാം മാത്രമാണ് എന്തുള്ളത്, ഒരു സിസ്റ്റത്തിനുള്ളത്. അതിനുള്ളിൽ തന്നെ ഓൾറെഡി 100% ആയതുകൊണ്ട് നമുക്ക് ഇവിടെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടില്ലേ, ഇപ്പോൾ അത് ഫെയിലായി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഒരു കമാൻഡ് പ്രോംപ്റ്റ് ഇവിടെ നടക്കുന്നതുകൊണ്ടാണ് അത് ഫെയിലായത്. ഞാൻ ഇവിടേക്ക് വരികയാണ്. ഞാൻ എൻ്റെ ഫയൽ എടുത്ത് നോക്കുകയാണ്. മൈ ഫയൽ ടെസ്റ്റ് കാണുന്നുണ്ട്. ഞാനൊരു കൂടി അടിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം പുറത്തേക്ക് എടുക്കുന്നു. അതിനുശേഷം ഇവിടെ വരുന്നു. ഞാനിവിടെ ഓക്കെ എന്ന് അടിച്ചു കൊടുക്കുന്നു, കമ്മിറ്റ് കൊടുക്കുന്നു, സിങ്ക് ചേഞ്ച് കൊടുക്കുന്നു. അപ്പോൾ നേരത്തെ നമ്മൾ കണ്ടില്ല, അപ്പം തന്നെ അയണാന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഒരു പ്രോസസ്സ് ഇവിടെ റൺ ചെയ്യുന്നതുകൊണ്ടാണ് അത് നടക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഡെയിലി ഇതുപോലെ ഈ ഒരു ഒറ്റ ഫയൽ ഉണ്ടാക്കിയാൽ മതി. ഈ ഒരു ഫയൽ ഉണ്ടാക്കിയിട്ട് എന്തെങ്കിലും ഇവിടെ അടിച്ചു കൊടുക്കുക, അതിനുശേഷം അത് കമ്മിറ്റ് ചെയ്യുക, എന്തെങ്കിലും അടിച്ചു കൊടുക്കുക, കമ്മിറ്റ് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യും, ഈ ഒരു കോഡ് സ്പേസിൽ എന്തൊക്കെയോ കമ്മിറ്റ് നടക്കുന്നുണ്ട് എന്ന് കണ്ടിട്ട് എന്ത് ചെയ്യും, ഇവർ പിന്നെ ഈ സാധനം ഡിലീറ്റ് ചെയ്യില്ല. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ഉപകാരം കൂടിയുണ്ട്. നിങ്ങളുടെ പ്രൊഫൈലിൽ കമ്മിറ്റ് ഡെയിലി കൂടിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് ഒരു ദിവസം വേണമെങ്കിൽ 10 500 കമ്മിറ്റ് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. ഒരു ലിമിറ്റ് ഒന്നുമില്ല, ഇഷ്ടംപോലെ കമ്മിറ്റ് ചെയ്യാം. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള. അപ്പോൾ നിങ്ങളുടെ കമ്മിറ്റിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ ഒരുപാട് കമ്മിറ്റുകൾ വരികയും ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇത് കഴിഞ്ഞു, ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞു. ഇനി നമ്മുടെ കീ ജനറേറ്റർ സ്റ്റെപ്പാണ്. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും keystore.json എന്ന ഫയൽ ഇവിടെ ഇല്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ഇവിടെ കീ എന്ന് പറഞ്ഞൊരു കമാൻഡ് അടിക്കുന്നു. അതിനുശേഷം ഇവിടെ യുവർ കീ നെയിം ഇല്ലേ, അത് മാറ്റിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പേര്, എപ്പോഴും ഓർത്ത് വയ്ക്കുന്ന പേര് കൊടുക്കുക. ഞാനിവിടെ കൊടുക്കുന്നത് മങ്കി എന്നാണ്. ഓക്കെ, എനിക്ക് എപ്പോഴും ഓർത്ത് വയ്ക്കാൻ എളുപ്പം മങ്കി എന്നുള്ളതുകൊണ്ട് ഞാൻ എടുത്ത് കൊടുത്തു. അപ്പോൾ എന്ത് ചെയ്തു, എനിക്ക് ഇവിടെ ഒരു സീഡ് ഫ്രേസ് ഉണ്ടായി. 1 2 3 എന്ന് പറഞ്ഞൊരു സീഡ് ഫ്രേസ് ഉണ്ടായി. എന്നിട്ട് എന്തോ ഞാനൊരു പാസ്വേഡ് അടിച്ചു കൊടുത്തു. 1 2 3 എൻ്റർ അടിക്കുന്നു. 1 2 3 എൻ്റർ അടിക്കുന്നു. സോറി, ആ പാസ്വേഡ് 2 പ്രാവശ്യം അടിച്ചു. ഞാൻ ഒരു പ്രാവശ്യം ഈ കമാൻഡ് റൺ ചെയ്യാം കേട്ടോ. മങ്കിന്ന് അടിച്ചു കൊടുക്കുന്നു. 1 2 3 1 2 3. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാസ്വേഡ് അടിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എനിക്ക് അടിച്ചു. അപ്പോൾ എനിക്ക് എന്ത് കിട്ടി, എനിക്ക് ഇവിടെ ഒരു സീഡ് ഫ്രേസ് കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കറിയാം, ഇതാണ് എനിക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന ഒരു സീഡ് ഫ്രേസ് വന്നത് ഇതാണ്. വെൻ സ്പേഷ്യൽ ഡെസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കിടക്കുന്ന ഒരു സീഡ് ഫ്രേസ് ആണ്. അതായത് നമ്മുടെ വാലറ്റിൻ്റെ സീഡ് ഫ്രേസ് ആണത്. അതുപോലെ തന്നെ എന്തുണ്ട്, എനിക്കൊരു പബ്ലിക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്കറിയാം, നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ ഡിസ്കോഡിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു പബ്ലിക് ഇവിടെ സെറ്റ് ചെയ്തിട്ടില്ലേ. ഇവിടെ വന്നിട്ട് സൗണ്ട് സ്കോക്ലിപ്പിറ്റ് വന്നിട്ട് /newkey എന്ന് പറഞ്ഞിട്ട് എന്ത് എഴുതും, നിങ്ങൾ പബ്ലിക് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇവിടെ /info എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കീയുടെ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത് ഫസ്റ്റ് ചെക്ക് ചെയ്യണം. /info എന്ന് അടിച്ചു കൊടുക്കുമ്പോൾ നിങ്ങളുടെ വൈറ്റ് ലിസ്റ്റ് കീ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു കീ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഇതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും,
പുതിയതായിട്ട് ഉണ്ടാക്കിയ ഈ ഒരു സീഡ് ഫ്രേസ് ഇല്ലേ, അത് സേവ് ചെയ്ത് വെക്കുക. അതിൻ്റെ ഒപ്പം ഈ ഒരു പബ്ലിക് കീ ഇല്ലേ, ഈ പബ്ലിക് കീ വന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ വന്നിട്ട് /new key എന്ന് അടിച്ചു കൊടുത്തിട്ട് ആ പബ്ലിക് കീ എന്ത് ചെയ്യുക, ഇവിടെ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് രജിസ്റ്റർ ആവും. അതിപ്പോൾ അലോ ചെയ്യുന്നുണ്ട്, നിങ്ങൾ അന്ന് മാത്രമല്ല ഇപ്പോഴും അലോ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ എന്ത് ചെയ്യും, നിങ്ങളുടെ പുതിയ സീഡ് ഫ്രേസ് ആക്കി ഉണ്ടാക്കുക. അപ്പം ഇനി ഈ സീഡ് ഫ്രേസ് ഒരിക്കലും കളയരുത്. ഇനി സ്റ്റാർട്ടിങ് തൊട്ട് ഈ ടെസ്റ്റ് നെറ്റ് എൻഡ് ചെയ്യണ വരെ ഈ ഒരു അക്കൗണ്ട് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ അവർ അലോ ചെയ്യുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയതായിട്ടൊരു കീ ആഡ് ചെയ്യാനുള്ള സ്റ്റെപ്പ് കൂടി അവർ അലോ ചെയ്യുന്നുണ്ട് എന്നർത്ഥം. അപ്പോൾ അത് മനസ്സിലാകാൻ വിചാരിക്കുന്നു. ഓക്കെ, ഇനി രണ്ടാമത്തെ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും keystroke.json എന്നൊരു ഫയൽ ഇവിടെ ഉണ്ടായി അല്ലേ. രണ്ടാമത്തെ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി ഒരു വൈൽഡ് ലിസ്റ്റ് കീ ഇവിടെ ഉണ്ട്, നിങ്ങളുടെ അത് ഇവിടെ പ്രസന്റ് ആണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് തന്നെ യൂസ് ചെയ്താൽ മതി, പഴയതുണ്ടാക്കിയ സംഭവം തന്നെ എനിക്ക് യൂസ് ചെയ്താൽ മതി എന്നാണ് നിങ്ങളുടെ തീരുമാനമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്താണ്, ഇപ്പം എൻ്റെ കയ്യിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ ഒരു കുറച്ച് കീകൾ കിടക്കുന്നുണ്ട്. ഇപ്പം ഞാനിവിടെ ഒരു പുതിയൊരു കീ എന്ന് വിചാരിക്കുക. ഇതാണ് എൻ്റെ ഒരു പുതിയ കീ. ഓക്കെ, അത് ഞാൻ റാൻഡായിട്ട് ഉണ്ടാക്കിയ ഒരു കീ ആണ്. അപ്പോൾ എൻ്റെ ഇതായിരുന്നു എൻ്റെ കീ എന്ന് വിചാരിക്കുക. ഞാനിവിടെ ഫസ്റ്റ് മെത്തേഡിൽ ഓൺ ബോർഡ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാക്കിയ കീ ഇതാണെന്ന് വിചാരിക്കുക. അതായത് സീഡ് ഫ്രേസ് എൻ്റെ കയ്യിൽ എന്തുണ്ട്, പബ്ലിക് ഇതാണ് ഞാൻ അവിടെ രജിസ്റ്റർ ചെയ്തതെന്ന് വിചാരിക്കുക. ഓക്കെ, ഞാൻ ഇവിടെ എന്താണ് ഇവിടെ രജിസ്റ്റർ ചെയ്യുന്നത് ഇപ്പം എൻ്റെ ഒരു വേറെ കീ ആണ്. കാരണം ഇത് ഞാൻ പറഞ്ഞില്ല, ഒരു മോക്ക് കീ ഉണ്ടായിട്ട് ഞാൻ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് ഈ കീ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ രജിസ്റ്റർ ചെയ്യുന്ന കീ എന്ന് വിചാരിക്കുക. ഇനി എനിക്ക് ഈ അക്കൗണ്ടിൽ തന്നെ ചെയ്താൽ മതി എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വൈൽഡ് ലിസ്റ്റ് കീ അവിടെ പ്രസന്റ് ആണെന്നുണ്ടെങ്കിൽ പുതിയ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, നിങ്ങളുടെ സീഡ് ഫ്രേസ് മാത്രം മതി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കമാൻഡ് ഒരു പുതിയതായിട്ട് അപ്ഡേഷനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് താഴോട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും, ഇമ്പോർട്ടിംഗ് കീ പറഞ്ഞുകൊണ്ട് സെറ്റിംഗ്സ് കാണാൻ പറ്റും. അത് കോപ്പി ചെയ്യുക. അപ്പോൾ ഇത് കോപ്പി ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, നിങ്ങൾ നോട്ട് പാഡിലേക്ക് വരിക. അതിനുശേഷം എന്ത് ചെയ്യുക, നിങ്ങളുടെ എവിടെയെങ്കിലും വന്നിട്ട് എന്ത് ചെയ്യുക, അത് ഇവിടെ പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന കീക്ക് ഒരു പേര് വേണ്ടേ. ഇപ്പം ഞാൻ ഇടുന്ന പേര് ഞാൻ എല്ലായിടത്തും ഉള്ളത് മങ്കി എന്നാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വേണമെങ്കിൽ മങ്കി എന്നാണ് കേട്ടോ. എല്ലാവർക്കും നിങ്ങളുടെ വാലറ്റിൻ്റെ പേര് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇടാം, ഒരു നിർബന്ധമൊന്നുമില്ല. അപ്പോൾ മങ്കി ഇടുക. ഞാൻ എന്താ മാറ്റിയത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കറക്റ്റ് എന്താ മാറ്റിയത്, ഞാനിവിടെ ആകെ മാറ്റിയത് ഞാൻ ഒന്നുകൂടി പേസ്റ്റ് ചെയ്ത് കാണിച്ചതാണ്. ഈ ഒരു ആംഗിൾ ബ്രാക്കറ്റും അതിൻ്റെ ഉള്ളിലുള്ള കറക്റ്റ് സാധനങ്ങൾ, വേറെ ഒന്നും മാറ്റിയുള്ള സ്പേസ് ഒന്നും മാറ്റിയുള്ള. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം. ഓക്കെ, ഞാനിവിടെ മങ്കി എന്ന് അടിച്ചു കൊടുത്തു. അതിന് മുന്നിലും അതിൻ്റെ ബാക്കിലും കറക്റ്റ് സ്പേസ് അങ്ങനെ തന്നെ റിട്ടേൺ ചെയ്തു. ഇനി അടിച്ചു കൊടുക്കുന്നത് എന്താണ്, നിമോണിക്. അതായത് എൻ്റെ ഫസ്റ്റ് ഉണ്ടാക്കിയ സീഡ് ഫ്രേസ് ഇല്ല, നിങ്ങളുടെ കയ്യിലേക്ക് സീഡ് ഫ്രേസ്, ആ സീഡ് ഫ്രേസ് കോപ്പി ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, അത് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു ഡബിൾ കോട്സിനുള്ളിൽ അത് പേസ്റ്റ് ചെയ്യുക. കണ്ടില്ലേ, ഇപ്പോൾ ഈ സാധനം ഇവിടെ കിടക്കണില്ല, അപ്പോൾ അതിനും മാറ്റണം. ഇത് പേസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു കമാൻഡ് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തതിന് ശേഷം നിങ്ങൾ നേരെ ഗിറ്റ് സ്പേസിലേക്ക്, നിങ്ങളുടെ കോഡ് സ്പേസിലേക്ക് വരിക. അതിനുശേഷം എന്ത് ചെയ്യുക, അത് ഇവിടെ പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, എൻ്റർ അടിക്കുക. അപ്പോൾ ഇവിടെ കാണാൻ പറ്റും ഓൾറെഡി പേരിൽ ഒരു എക്സിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്, മങ്കി എന്ന് പറഞ്ഞ പേരിൽ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ഞാനൊരു പേര് മാറ്റണം. അപ്പോൾ എന്ത് ചെയ്യണം, ഞാനിവിടെ, കാരണം നിങ്ങൾക്ക് ഓൾറെഡി മങ്കി എന്ന് പറഞ്ഞ പേരുണ്ടെന്നാണ് ഞാൻ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാനിവിടെ മങ്കി 1 എന്ന് ആക്കാണ്. ഞാനത് നിങ്ങൾക്ക് എക്സാമ്പിൾ വേണ്ടി ചെന്നിട്ട്, നിങ്ങൾക്ക് ഈ പേര് എന്തായാലും ഉണ്ടാവില്ല എന്തായാലും. അതായത് ഒരു പേരിൽ നിങ്ങൾ ഓൾറെഡി ഉണ്ടാക്കാൻ പോകുന്നല്ലേ ഉള്ളൂ. അപ്പോൾ വേറൊരു പേരിലൂടെ ഉണ്ടാക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഞാനിവിടെ വീണ്ടും പേസ്റ്റ് ചെയ്യണം മങ്കി 1 എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒരു പാസ്വേഡ് ചോദിക്കും, 1 2 3 എന്ന് അടിച്ചു കൊടുക്കുക. വീണ്ടും 1 2 3 എന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും എൻ്റെ പബ്ലിക് കീ എന്താണ് മാറി, NU ഈക്വൽ. നേരത്തെ എൻ്റെ പബ്ലിക് എന്തായിരുന്നു, നേരത്തെ ഞാൻ ഉണ്ടാക്കിയപ്പോൾ വേറൊരു റാൻഡം FORWD ആയിരുന്നു. ഇനി ഈ കോഡ് സ്പേസിനുള്ളിൽ എന്തുണ്ടാവും, മങ്കി 1 എന്ന് പറഞ്ഞ പേരിലുള്ള വാലറ്റിന് ഏത് പബ്ലിക് കീ കൂടി ഉണ്ടാവും, NU1 NU ഈക്വൽ ടു ഇത് തന്നെയല്ലേ എൻ്റെ ഇവിടെ കാണുന്ന പബ്ലിക് കീ അല്ലേ. അപ്പോൾ രണ്ട് സെയിം ആയില്ലേ. ഇനി എന്ത് ചെയ്യാം, അപ്പോൾ എനിക്കെന്ത് മനസ്സിലായി, എൻ്റെ ഓൾഡ് കീ, എൻ്റെ ഓൾഡ് സീഡ് ഫ്രേസ് അല്ലെങ്കിൽ എൻ്റെ ഓൾഡ് വാലറ്റ് ഇപ്പം എൻ്റെ കോഡ് സ്പേസിൽ ഞാൻ കൊണ്ടെത്തിച്ചു. ഇനി എനിക്ക് എന്ത് ചെയ്യാം, ഡെയിലി എനിക്ക് അവിടെ നിന്ന് കിട്ടുന്ന കോഡ് റൺ ചെയ്യാം. ഏത് കോഡ്, എനിക്ക് ഗിറ്റ് ഹബിലേക്ക് ഞാൻ നേരെ പോകുന്നു. അവിടെ എനിക്ക് എന്ത് ചെയ്യുന്നു, ഞാൻ ഒരു പ്രാവശ്യം ഗെയിം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ സൗണ്ട് ഗെയിമിൽ പോകുന്നു. അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, ഇവിടെ നിന്നൊരു കോഡ് കിട്ടും. ആ കോഡ് എന്ത് ചെയ്യണം, നേരെ പോയിട്ട് അടിച്ചു കൊടുക്കല് ചെയ്യുക. ഞാനിവിടെ വരിക, അതിനുശേഷം എന്ത് ചെയ്യുക, അത് നോട്ട് പാഡിൽ എടുക്കുക, അത് പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം ഇവിടെ യുവർ കീ നെയിം എന്ന് കാണാൻ പറ്റും. ആ യുവർ കീ നെയിം എന്ന സാധനം എന്ത് ചെയ്യുക, മായ്ക്കുക. കറക്റ്റ് സാധനങ്ങൾ അറിയാൻ പാടുള്ളൂ. എൻ്റെ വാലറ്റിൻ്റെ പുതിയതായിട്ട് കൊണ്ടുവന്ന വാലറ്റിന് എൻ്റെ മങ്കി 1, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാതെ ഞാൻ വീണ്ടും പറയാണ്, മങ്കി 1 എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. സ്പേസ് അപ്പുറത്ത് ഇപ്പുറത്തുണ്ട്. അതിനുശേഷം എന്ത് ചെയ്യുക, ഈ ഒരു സാധനം വന്നിട്ട് കോപ്പി ചെയ്തതിന് ശേഷം അത് ഇവിടെ വന്ന് പേസ്റ്റ് ചെയ്യുക. ഈ കമാൻഡ് പ്രോംപ്റ്റിൽ നമ്മൾ ഉണ്ടാക്കിയ കമാൻഡ് പ്രോംപ്റ്റില്ലേ, ശരി അവിടെ പോയി. ഓക്കെ, ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുക, അത് പേസ്റ്റ് ചെയ്യുക, റൺ ചെയ്യുക. അപ്പം എന്ത് ചെയ്യും, കുറച്ച് സമയം എടുത്തിട്ട് എന്ത് ചെയ്യും, ഈ ഒരു സംഭവം നിങ്ങളുടെ ഈ ഒരു വാലറ്റായിട്ട് രജിസ്റ്റർ ചെയ്യും. ഇതെനിക്ക് റൺ ചെയ്യാൻ പറ്റില്ല, കാരണം ഓൾറെഡി റൺ ചെയ്തല്ലേ. നിങ്ങളുടെ വാലറ്റായിട്ട് എന്ത് ചെയ്യും, രജിസ്റ്റർ ചെയ്യും. ഇത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, നിങ്ങളുടെ വാൽറസിൽ ഒരു
ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആയത് എന്ത് ചെയ്യും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പം ഞാൻ എൻ്റെ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആയത് നിങ്ങൾക്ക് ഈ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആവുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും ഒരു വാലറ്റ്സിൻ്റെ ലിങ്ക് അവിടെ കിടക്കണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം അവിടെ പോയി ചെക്ക് ചെയ്യാം. ഇതെൻ്റെ ലാസ്റ്റ് നടന്ന ട്രാൻസാക്ഷൻ ആണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് ചെക്ക് ചെയ്യാൻ പറ്റി. കാരണം ഇത് എന്ത് ചെയ്തു എൻ്റെ ട്രാൻസാക്ഷൻ ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതുവരെ കംപ്ലീറ്റ് ആയെന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് ഇവിടെ വരും. അത് കഴിയുമ്പോഴാണ് ഒരു ഗെയിമിൻ്റെ സ്റ്റെപ്പ് കഴിയുക എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഓർത്ത് വയ്ക്കണം, നിങ്ങൾ ഈ ഒരു സ്റ്റെപ്പ് മിസ്സാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഗെയിം കളിച്ചുകൊണ്ട് ഒരു ഉപകാരമില്ല. അപ്പോൾ ഈ ഒരു ഗെയിം, അതായത് ഇവിടെ നിന്ന് കിട്ടുന്ന ഈ കോഡ് മസ്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ വാലറ്റായിട്ട് ലിങ്ക് ചെയ്ത് അടിച്ച് സൗണ്ട്നെസ് ലെയറിലേക്ക് പുഷ് ചെയ്തിടണം. ഇതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഗെയിം കളിച്ചിട്ട് ഈ ടെസ്റ്റ് നെറ്റ് ചെയ്തിട്ടോ ഒരു യൂസും ഇല്ല എന്നുള്ള കാര്യം ഞാൻ മസ്റ്റായിട്ട് ഉറപ്പ് വരുത്തുന്നു. ഈ ഒരു സ്റ്റെപ്പ് മിസ്സാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തില്ല, നിങ്ങൾ കളിക്കുന്നതും നിങ്ങളുടെ ടൈം കളയുന്നതും വെറുതെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇനിയൊരു കാര്യം കൊണ്ട് ആലോചിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് റാൻഡായിട്ട് നിങ്ങൾക്ക് അടുപ്പിച്ച് 3-4 ഗെയിം കളിക്കാം. എന്നിട്ട് എന്ത് ചെയ്താൽ മതി, ഈ കിട്ടുന്ന കോഡൊക്കെ എടുത്ത് എന്ത് ചെയ്യുക, എവിടെയെങ്കിലും പേസ്റ്റ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് ഒരുമിച്ച് പുഷ് ചെയ്താൽ മതി. നിങ്ങൾക്ക് അപ്പം തന്നെ ചെയ്യുന്നില്ല. ഏറ്റവും മെത്തേഡ് നല്ലത് എന്താണെന്ന് വെച്ചാൽ ഏറ്റവും നല്ല മെത്തേഡ്, ഒരു ഗെയിം കഴിയുമ്പോൾ തന്നെ എന്ത് ചെയ്യുക, നേരെ വരിക, നിങ്ങളുടെ കോഡ് സ്പേസിൽ വരിക, ആ കീയുടെ പേര് മാറ്റുക, അതിനുശേഷം പുഷ് ചെയ്യുക. എന്നിട്ട് അടുത്ത ഗെയിം കളിക്കുക, അടുത്ത കോഡ് എടുക്കുക, കീ പേര് മാറ്റുക, പുഷ് ചെയ്യുക. കീ പേര് എപ്പോഴും എന്താ ചെയ്യണം, സെയിം ആയിരിക്കണം. ഇത് മാത്രം ചേഞ്ച് ചെയ്താൽ മതി. അപ്പം ഇങ്ങനെ ഒരു 3 സ്റ്റെപ്പുകളാണ് ആകെ ഇതിലുള്ളത്. അപ്പം നിങ്ങൾ ഇനി കുറച്ച് ദിവസം കഴിയുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ കോഡ് സ്പേസ് വീണ്ടും അടിച്ചു പോയി വരിക. അപ്പം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, നിങ്ങൾ നേരെ എന്ത് വരിക, ഈ ഒരു റെപ്പോസിൽ വരിക, അത് ഫോർക്ക് ചെയ്ത് ഓൾറെഡി കിടക്കണ്ടാവുമല്ലോ. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇവിടെ കോഡ് സ്പേസ്, ഞാൻ ഇവിടേക്ക് വരികയാണ്, ഇതന്നെ ഞാൻ ഫോർക്ക് ചെയ്ത് കമ്മിറ്റ്. ഇത് കാണുമെങ്കിൽ എന്താ, നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും നിങ്ങളുടെ ഫോർക്ക് ചെയ്ത് കാണുമ്പോൾ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരു സംഭവം കാണിച്ചു തരാം. ഞാൻ ഇവിടേക്ക് വന്നിട്ട് ഇപ്പോൾ തന്നെ സൗണ്ട്ലെസ് ലെയർ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ലെയർ ഇത് ഒരു ഒറിജിനൽ ഇതിലേക്ക് പോകട്ടെ, ഞാൻ സൗണ്ട്ലെസ് ലെയർ ഇവിടെ ഞാൻ പോയിട്ട് ഇനി വീണ്ടും ഫോർക്ക് നോക്കിയാൽ എന്ത് വരും, ഞാനിവിടെ ഓൾറെഡി ഫോർക്ക് ഉണ്ടാക്കുന്നത് കാണിക്കും അല്ലേ, കാരണം ഓൾറെഡി ഞാൻ ഫോർക്ക് ഉണ്ടാക്കിയിട്ടില്ലേ. അപ്പോൾ ഇനി ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ട് ഇല്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഉണ്ടാക്കിയ ഫോർക്ക് എവിടെയാന്ന് പോയി തപ്പിപ്പോണം. അതെവിടെ നിങ്ങൾ എവിടെ പോകുന്നത് നോക്കുന്നത്, നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഹോമിൽ പോയി എന്ന് കാണാൻ പറ്റും, നിങ്ങളുടെ റെപ്പോസിറ്ററി കാണാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നേരെ താഴെ ഇവിടെ കാണുമ്പോൾ ചെയ്യാൻ നിങ്ങൾക്ക് ഉണ്ടാക്കണം, ആ ഫോർക്ക് ചെയ്താണ് റെപ്പോസിറ്ററി ഇവിടെ കാണാനായിട്ട് സാധിക്കും. അവിടേക്ക് പോവുക, അതിനുശേഷം എന്ത് ചെയ്യുക, കോഡ് സ്പേസ് എടുക്കുക, പുതിയ കോഡ് സ്പേസ് ഉണ്ടാക്കുക. എന്നിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളില്ലേ, ഇപ്പോൾ പറഞ്ഞ അതേ സ്റ്റെപ്പുകളില്ലേ, അത് അങ്ങനെ തന്നെ ഫോളോ ചെയ്യുക. ഏതൊക്കെ സ്റ്റെപ്പുകളാണ്, ആദ്യം തന്നെ നമ്മൾ നേരത്തെ പോയ റസ്റ്റിൻ്റെ സാധനങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യണം, ഇവിടെ പോയിട്ട് ഇൻസ്റ്റാൾ ചെയ്യണം. അതിനുശേഷം ഇവിടെ താഴെ കാണുന്ന ഓരോ കമാൻഡ്, കേൾ കമാൻഡ്, സോഴ്സ് കമാൻഡ്, ഇൻസ്റ്റാള്, അപ്ഡേറ്റ്, അതിനുശേഷം നേരെ താഴെ എന്ത് ചെയ്യുക, ഒരു കീ ജനറേറ്റ് ചെയ്യുക, അതിന് എന്തെങ്കിലും ഒരു റാൻഡം ആയിട്ടുള്ള പേര് കൊടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, നിങ്ങൾ നേരെ ഈ ഒരു കമാൻഡ്, നിങ്ങളുടെ പഴയ കീ ജനറേറ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു കമാൻഡ് കോപ്പി ചെയ്തിട്ട് നിങ്ങളുടെ പേര് ഇവിടെ ഒന്ന് പുതിയത് കൊടുക്കുക, നിമോണിക് ഫേസ്, നിങ്ങളുടെ സീഡ് ഫ്രേസ് ഇവിടെ അടിച്ചു കൊടുക്കുക, എൻ്റർ അടിക്കുക. അപ്പോൾ എന്ത് ചെയ്യും, നിങ്ങളുടെ വാലറ്റായിട്ട് നിങ്ങളുടെ ഗിറ്റ് ഹബ് കോഡ് സ്പേസ് ലിങ്ക് ആയി എന്നർത്ഥം. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്താൽ മതി, നിങ്ങൾ നേരെ ഇവിടെ നിന്ന് കിട്ടുന്ന ബോട്ടിൽ നിന്ന് കിട്ടുന്ന കമാൻഡ് ഇവിടെ അടിച്ചു കൊടുക്കുക. ഇതൊരു മെത്തേഡാണ്. രണ്ടാമതൊരു മെത്തേഡ് കൂടി ഉണ്ട്. രണ്ടാമതൊരു മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ പുതിയതായിട്ട് പഴയ ആൾക്കാർക്ക് ഒന്നും അത് ഉണ്ടാവില്ല, പുതിയതായിട്ട് ഒരു കീ ഉണ്ടാക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്, ഇപ്പോൾ പുതിയതായിട്ടുണ്ടായാലും പഴയത് സേവ് ചെയ്ത് വെച്ച ആൾക്കാരായാലും, പഴയതുകാരൻ ആൾക്കാർ ഇതിലേക്ക് വരാം, പുതിയതായിട്ട് കീ ഉണ്ടാക്കുന്ന ആൾക്കാർ, അവർ ന്യൂ കീ അടിച്ചിട്ട് ഇവിടെ കൊടുക്കാൻ പോകുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ, അതായത് സൗണ്ട്നെസ്സിൻ്റെ ഇതിനുള്ളിൽ നിങ്ങൾ ന്യൂ കീ എന്നടിച്ചിട്ട് സൗണ്ട്നെസ് കോക്ക്പിറ്റിൽ ന്യൂ കീ എന്നടിച്ചിട്ട് രജിസ്റ്റർ ചെയ്യാൻ പോകുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ, അങ്ങനത്തെ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ഒരു കീ ജനറേറ്റ് ചെയ്തല്ലോ. ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ അപ്പം തന്നെ ഞാൻ പറഞ്ഞു, keystore.json എന്ന് പറഞ്ഞൊരു ഫയൽ ഇവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞു അല്ലേ. ഇതിനുള്ളിൽ കാണുന്ന കണ്ടന്റ് ഇല്ലേ, അതങ്ങനെ തന്നെ Ctrl+C അടിച്ച് കോപ്പി ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, അത് ഏതെങ്കിലും ഒരു നോട്ട് പാഡിൽ അങ്ങനെ അതേ ഫോർമാറ്റിൽ തന്നെ സേവ് ചെയ്ത് വെക്കുക. അതങ്ങനെ തന്നെ വെക്കുക. ഓക്കെ, ഇനി നിങ്ങളുടെ ഈ കോഡ് സ്പേസ് പോയി കഴിഞ്ഞാലും നിങ്ങൾ നേരെ എന്ത് ചെയ്യുക, വാലറ്റ് ജനറേറ്റ് ചെയ്യണം. ഈ സ്റ്റെപ്പ് കോഡ് അടിച്ചില്ലേ, അതായത് കീ ജനറേറ്റ് ചെയ്യുന്ന സ്റ്റെപ്പ് അടിച്ചില്ലേ, ഈ സ്റ്റെപ്പ് ഇവിടെ വരെ നിങ്ങൾ അടിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരു keystore.json ഫയൽ ഉണ്ടാവില്ലേ, ഈ ഫയൽ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ മുന്നേ സേവ് ചെയ്ത് വെച്ച ഈ സാധനങ്ങളില്ലേ, അതങ്ങനെ തന്നെ കോപ്പി ചെയ്തിട്ട് അത് ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്താൽ എന്ത് വരും, നിങ്ങളുടെ പഴയ കീ ഓൾറെഡി നിങ്ങൾക്ക് ഇവിടെ ഇതിനുള്ളിൽ കാണാൻ പറ്റും. അത് നിങ്ങൾക്ക് ഉറപ്പിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി, നിങ്ങൾ നേരെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ലിസ്റ്റ് കീസ് അടിച്ചു കൊടുത്താൽ എന്ത് പറ്റും, നിങ്ങളുടെ പഴയ പബ്ലിക് കീ തന്നെ അവിടെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അതായത് ഇപ്പം ഞാൻ ഈ ഒരു കോഡെല്ലാം അടിച്ചു കൊടുക്കുന്നത്, ഇപ്പം ഞാനിവിടെ ലിസ്റ്റ് കീന്ന് അടിച്ചു കൊടുക്കണം, ഞാനിത് മാച്ച് കളഞ്ഞതിന് ശേഷം ലിസ്റ്റ് കീന്ന് അടിച്ചു കൊടുക്കണം. അപ്പോൾ ഇത് അടിച്ചു കൊടുക്കുമ്പോൾ എന്ത് പറ്റും, എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് W 2 കീ എടുക്കണം, കാരണം ഞാൻ ആദ്യം ഉണ്ടാക്കിയ കീ
റാൻഡം ആയിട്ട് ഉണ്ടാക്കിയേക്ക്. ഇതവിടെ കിടന്നോട്ടെ, എനിക്കൊരു ഉപകാരമില്ല, ഞാൻ യൂസ് ചെയ്യുന്നത് ഇതല്ലേ. ഈ ഒരു കീ ഇവിടെ വന്നിട്ടില്ലേ, ഈ ഒരു കീ വരാൻ കാരണം എന്നിട്ടാ ഞാൻ എൻ്റെ ജേസൺ ഫയൽ, പഴയ ജേസൺ ഫയൽ ഇവിടെ കൊണ്ടിട്ടു. ഈ മെത്തേഡ് ത്രൂ വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾ പുതിയതായിട്ട് ഉണ്ടാക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഒരു ജേസൺ ഫയൽ കൂടി പ്ലസ് അതിൻ്റെ ഒപ്പം ഇവിടെ കിട്ടുന്ന ഈ ഒരു നിമോണിക് ഫ്രേസ് പ്ലസ് അതിൻ്റെ ഒപ്പം കിട്ടുന്ന പബ്ലിക് കീ, ഇത് മൂന്നും എടുത്തു വയ്ക്കുക. എന്തൊക്കെ എടുത്ത് വയ്ക്കേണ്ടത്, ഇവിടെ കിടന്ന അപ്പോൾ നിങ്ങൾക്ക് ഒരു ഈസി ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് തൊട്ട് ഈ പബ്ലിക് കീ വരെ എന്ത് ചെയ്യുക, കോപ്പി ചെയ്ത് എവിടെയെങ്കിലും സേഫ് ആയിട്ട് എടുത്തു വയ്ക്കുക. ഇതൊരിക്കലും ഇനി കളയരുത്, ഞാനിങ്ങനെ റിപ്പീറ്റ് ചെയ്യില്ല, നിങ്ങളിത് ഒരിക്കലും കളയാതെ ചെയ്യാൻ നോക്കുക. ഓക്കെ, ഇത് എന്തായാലും എടുത്ത് വയ്ക്കണം. പ്ലസ് അഡീഷണലി കീസ്റ്റോർ ഡോട്ട് ജേസൺ എന്ന് പറഞ്ഞ ഫയലിലുള്ള ഫയൽ കൂടി എടുത്ത് എവിടെയെങ്കിലും സേവ് ആക്കി വയ്ക്കുക. 2 കാര്യം എടുത്ത് വയ്ക്കുക. ഇനി പഴയ ആൾക്കാരാണ്, ഓൾറെഡി നിങ്ങൾ എന്ത് ചെയ്തു, ഈ റീസ്റ്റോർ ചെയ്തു, അതായത് ഈ ഒരു കമാൻഡ് അടിച്ച് റീസ്റ്റോർ ചെയ്തു എന്ന് വിചാരിക്കുക. ഏത് കമാൻഡ്, നിങ്ങൾ സൗണ്ട്നെസ് ക്ലിയർ ഡോട്ട് ഇമ്പോർട്ട് കീന്ന് അടിച്ചില്ലേ, ഇവിടെ റീസ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും, നിങ്ങൾക്ക് അപ്പോഴും കീസ്റ്റോർ ഡോട്ട് ജേസണിൽ ഒരു പുതിയ ഫയലായിരിക്കും ഉണ്ടാവുക, പുതിയൊരു വാല്യൂസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഫയൽ എന്ത് ചെയ്യുക, നിങ്ങൾ എവിടെയെങ്കിലും ബാക്കപ്പ് ചെയ്ത് വയ്ക്കുക. ഒരു ഡബിൾ ബാക്കപ്പ്, അത്രേ ഉള്ളൂ. കീസ്റ്റോർ ഡോട്ട് ജേസൺ ഫയലും അല്ലെങ്കിൽ ഇതും കൂടി ബാക്കപ്പ് ചെയ്ത് പോവുക. ഇനി അതല്ല, നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഒരു ഫയലില്ലേ, ഇതെന്ത് ചെയ്യുക, നിങ്ങൾ കോപ്പി ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, നിങ്ങൾക്ക് വേറൊരു റെപ്പോസിറ്ററി ഉണ്ടെന്ന് വിചാരിക്കുക, അതായത് എവിടെയെങ്കിലും വേറെ റെപ്പോസിറ്ററി ഉണ്ട്. അപ്പോൾ ഏറ്റവും നല്ല മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ പ്രൈവറ്റ് റെപ്പോസിറ്ററി ഇല്ലേ, അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ നിന്നുണ്ട്, ഇപ്പോൾ ഒരു ഹോമിലേക്ക് വന്നിട്ട് നിങ്ങളൊരു പുതിയ റെപ്പോസിറ്ററി, നിങ്ങൾക്ക് റെപ്പോസിറ്ററി കേസൊക്കെ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും വിചാരിക്കുന്നു, ഗിറ്റ് സ്പേസിന് വേണ്ടി ഉണ്ടാൽ മതി. അപ്പോൾ ഒരു പുതിയ റെപ്പോസിറ്ററി, മൈ ഫയൽസിൻ്റെ പുതിയ റെപ്പോസിറ്ററി ആക്കിയിട്ട് അവിടെ ഒരു ന്യൂ ഫയൽ എന്നുമായിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു കീസ്റ്റോർ ഡോട്ട് ജേസൺ എന്ത് ചെയ്യുക, അവിടെ സേവ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ വേറെ എവിടേക്കും പോകേണ്ട ആവശ്യമില്ല, നിങ്ങളുടെ റെപ്പോസിറ്ററി സേവ് ചെയ്ത് വെച്ചാൽ മതി. അതാണ് ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ്. അപ്പോൾ പഴയ ആൾക്കാരും പുതിയ ആൾക്കാരായാലും, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, പുതിയൊരു റെപ്പോസിറ്ററി ഉണ്ടാക്കിയിട്ട് ആ റെപ്പോസിറ്ററിയിൽ എന്ത് ചെയ്യുക, കീസ്റ്റോർ ഡോട്ട് ജേസൺ എന്ന് പറഞ്ഞാൽ ഇതേ വേണമെങ്കിൽ ഫയൽ ഫോർമാറ്റിൽ എന്ത് ചെയ്യുക, അതവിടെ സേവ് ചെയ്ത് വേണമെങ്കിൽ കൊണ്ടുവയ്ക്കാം. ഒന്നില്ലെങ്കിൽ ഇതിലെ കണ്ടൻസ് കോപ്പി ചെയ്യുക, എന്നിട്ട് നേരത്തെ ക്രിയേറ്റ് ചെയ്ത പോലെ റൈറ്റിലേക്ക് അടിച്ചിട്ട് എന്ത് ചെയ്യുക, ഒരു ന്യൂ ഫയൽ ഉണ്ടാക്കിയിട്ട് ആ ഫയലിലേക്ക് എന്ത് ചെയ്യുക, ഈ കണ്ടന്റ് പേസ്റ്റ് ചെയ്തിടുക. അപ്പോൾ ഇതും 2 മെത്തേഡാണ് നിങ്ങൾക്ക് ആകെ സൂക്ഷിക്കാനുള്ളത്. ഇനി ഒരിക്കലും നിങ്ങൾക്ക് പറയുകയാണ് 2 കാര്യം, ഒന്നില്ലെങ്കിൽ ജേസൺ ഫയൽ എടുത്ത് വയ്ക്കുക, അല്ലെങ്കിൽ ഈ ഒരു കമാൻഡ് ഓർത്ത് വെച്ചാൽ മതി. ഈ കമാൻഡ് ഓൾറെഡി നമ്മുടെ സൗണ്ട്ലെസ് ലെയറിൽ ഇതിൽ അവൈലബിൾ ആണ്. ക്ലീ ഡോട്ട് ഇമ്പോർട്ട് എന്ന കമാൻഡ് ഇവിടെ ഓൾറെഡി ഉണ്ട്. അപ്പോൾ ആ കമാൻഡ് വെച്ചാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിനുള്ള കുറേ കമാൻഡ് കിടക്കുന്നുണ്ട്. ഈ കമാൻഡൊക്കെ എന്താണെന്ന് വെച്ചെങ്കിൽ, നമുക്ക് നേരെ ബോട്ട് ജനറേറ്റ് ചെയ്യുമ്പോൾ കുറേ കമാൻഡ് കിട്ടില്ലേ, ഒരു കോഡൊക്കെ കിട്ടണമെന്നില്ല, നമ്മളിവിടെ ചെയ്തിട്ടുണ്ടെന്നിപ്പോൾ ബോട്ട് DM ചെയ്തിട്ടുണ്ടെന്നില്ലേ, ആ കോഡൊക്കെ കമാൻഡാണ് എന്ത് ചെയ്യുന്നത്, അവിടെ കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ വാല്യൂസ് ഒക്കെ ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് മാനുവൽ വേണമെങ്കിൽ അടിച്ചു കൊടുക്കുക, വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്ര മാത്രമാണ് ഈ എയർ ഡ്രോപ്പിൽ ഇപ്പോഴുള്ളത്. ഇനി ഇതിൻ്റെ പിന്നാലെ കുറേ ഗെയിമുകൾ വരാനുള്ള ചാൻസ് ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ബാച്ച് വൈസ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ എയർ ഡ്രോപ്പ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. വൺസ് സ്റ്റേബിൾ ആകുമ്പോൾ എന്ത് ചെയ്യും, എല്ലാവർക്കും ഒരേപോലെ ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡെയിലി എന്ത് ചെയ്യുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്, ഇത് എല്ലാവരും ഇപ്പോൾ ഭയങ്കര കുറച്ച് ടഫ് എല്ലാവർക്കും തോന്നും സ്റ്റാർട്ടിങ് ചെയ്യുന്നവർക്ക്. പക്ഷേ ഒരു ഒറ്റ പ്രാവശ്യം ചെയ്ത് നമ്മൾ ഒക്ട്ര ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും. ഒക്ട്ര ചെയ്യുന്നവർക്ക് ആകെ ചെയ്യാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒറ്റ പ്രോസസ് സെറ്റപ്പ് ചെയ്താൽ മതി. പിന്നെ ആകെ ചെയ്യാനുള്ളത് എന്താണ്, ഇവിടെ വന്നിട്ട് ഞാനിവിടെ എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ ഒക്ട്ര സ്പേസ് ആണ്, റീലോഡ് ആവണം. നിങ്ങൾക്ക് ആകെ ചെയ്യാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒറ്റ പ്രാവശ്യം /run.sh എന്ന് അടിച്ച് കഴിഞ്ഞാൽ നേരെ ഇവിടെ വരുന്നു. ട്രാൻസാക്ഷൻ ആരാണ് നിങ്ങളുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ വന്നതിന് ശേഷം എന്ത് ചെയ്യുക, ആരെങ്കിലും അഡ്രസ്സ് എടുക്കുന്നു, ആ അഡ്രസ്സിലേക്ക് എന്ത് ചെയ്യുക, നിങ്ങൾ ട്രാൻസാക്ഷൻ ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത്ര എളുപ്പമാണ്. അപ്പോൾ വൺസ് സെറ്റപ്പ് ചെയ്യുന്ന വരെ മാത്രമാണ് എന്തുള്ളത്, നിങ്ങൾക്ക് ടഫ് പോലെ ഫീൽ ചെയ്യുക. അതിനുശേഷം എന്താണ്, വളരെ എളുപ്പമാണ്. അപ്പോൾ ഇനി ഒരു കാര്യം നിങ്ങളടുത്ത് ഇമ്പോർട്ടൻ്റ് പറയാനുള്ളത്, ഇവരുടെ എയർ ഡ്രോപ്പിൻ്റെ കാര്യങ്ങളൊന്നും കൺഫേംഡ് അല്ല. പക്ഷെ നല്ലൊരു പ്രൊജക്റ്റ് എന്തുകൊണ്ടാണ് എടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, വാലഡസും സൂയി ആയിട്ട് നല്ല ഒരു എന്തുണ്ട്, ബന്ധമുണ്ട്. ഇവരെ പകുതി ഞങ്ങളുടെ റൺ ചെയ്യുന്നത്, ഡാറ്റ ലെയർ റൺ ചെയ്യുന്നത് വാലഡസിലാണ്. അതുപോലെ തന്നെ അവൈലബിലിറ്റി, നല്ല സ്കെയിലബിലിറ്റി റൺ ചെയ്യുന്നത് ഇതിലാണ്, സൂയി എക്കോസിസിലാണ്. ഈ രണ്ടുള്ളതുകൊണ്ട് നല്ലൊരു പ്രൊജക്റ്റ് ആയിട്ടാണ് എനിക്ക് കാണുന്നത്. കാരണം ഒരു CK, അതായത് സീറോ നോളജ് പ്രൂഫിനൊക്കെ കുറച്ച് ആപ്റ്റ് ആയിട്ടുള്ള ഒരു നല്ല പ്രോജക്റ്റ്, ഈ സ്കെയിലബിലിറ്റിക്കും എല്ലാത്തിനും സ്പീഡിനൊക്കെ ആയിട്ട് നല്ല ആക്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റിന് സൗണ്ട്നെസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റ് ചിലപ്പോൾ നല്ല രീതിയിൽ കത്തി കയറിയിട്ട് നല്ലൊരു ടോക്കൺ വരികയാണെന്നുണ്ടെങ്കിൽ, എയർ ഡ്രോപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു എയർ ഡ്രോപ്പ് പ്രതീക്ഷിക്കാം. എന്തുകൊണ്ടാണെന്ന് റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവർക്കും ഈ എയർ ഡ്രോപ്പ് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. ഇതുപോലെ കുറച്ച് കോംപ്ലിക്കേഷൻ ഉള്ളതുകൊണ്ട് പകുതി പേര് ഓൺ ബോർഡ് ചെയ്ത ആൾക്കാരടക്കം നിർത്തിപ്പോകും. അപ്പം അതിൻ്റെ ഇതിൻ്റെ ഉള്ളിൽ 2 ലക്ഷം ആൾക്കാരൊക്കെ നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുക. അതിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ ഒരു 5000 6000 പേര് മാത്രമായിരിക്കും ഇത് ആക്റ്റീവായിട്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പം നിങ്ങൾ ആലോചിക്കുക, ഈ 6000 പേര് ആക്റ്റീവായിട്ട് ചെയ്യുന്നതിൽ നിങ്ങൾ ഒരു 2000 റാങ്കിൻ്റെ ഉള്ളിൽ ഡെയിലി നല്ല കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്ത് എത്തിയെന്ന് നിങ്ങൾ വിചാരിക്കുക. ഇവർക്ക് ഒരു എയർ ഡ്രോപ്പ് ഉണ്ടെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ചിലപ്പോൾ ഹ്യൂമങ്കസ്, അതായത് നല്ലൊരു വലിയ എയർ ഡ്രോപ്പ് ആയിരിക്കും ചിലപ്പോൾ കിട്ടാൻ പോവുക. ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഇനി ഞാനിത് പറഞ്ഞു എന്തായാലും മാസം എയർ ഡ്രോപ്പ് കിട്ടും എന്നല്ല ഞാൻ പറഞ്ഞത്, ഞാൻ വീണ്ടും വാണി തരാണ്.
ഇവർക്ക് എയർ ഡ്രോപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ യൂസേഴ്സ് കുറവാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടിക്കുള്ള ചാൻസ് ഇവിടെ കുറച്ച് കുറവാണ്. ഉണ്ട് യൂസേഴ്സ്, ബട്ട് ഒരുപാട് മൾട്ടിക്ക് ബോട്ട് ഫാമിംഗ് എന്ത് ചെയ്യില്ല, ഇവിടെ അത്ര അലോഡ് ആയിരിക്കില്ല. കാരണം ഡിസ്കോഡായിട്ട് വെരിഫിക്കേഷൻ ഉള്ളതുകൊണ്ട് ഒരുപാട് പേർക്ക് ഇത്രയും ഡിസ്കോഡ് തുറന്നു വെച്ച് 10-20 ഡിസ്കോഡൊക്കെ തുറന്നു വെച്ച് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി ടഫുള്ള കാര്യമാണ്. ചെയ്യുന്നവരുണ്ടാവാം, പക്ഷേ മുന്നത്തെ പോലെ കുറേ യൂസേഴ്സ് ഉണ്ടാവില്ല ഇതിന് ടഫ് ഉള്ളതുകൊണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല ആക്റ്റീവായിട്ട് ചെയ്യുക. ഇവർക്ക് ഡ്രോപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല ഡ്രോപ്പ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. വളരെ എളുപ്പമാണ്, ഒരു ടഫും ഇല്ല. നിങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് മനസ്സിലാവുള്ളൂ. ഞാൻ ഈ വീഡിയോ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല. പ്രാക്ടിക്കലായിട്ട് ചെയ്യുക. മൊബൈൽ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഞാൻ കമ്മ്യൂണിറ്റിയിൽ ഒക്ട്രയുടെ സമയത്തൊരു ട്യൂട്ടോറിയൽ ഇട്ടിട്ടുണ്ടായിരുന്നു. മൊബൈലിലൊരു ആപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ആപ്പിൻ്റെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് മൊബൈലിലും ഇത് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ മൊബൈൽ വേണമെങ്കിൽ എന്ത് ചെയ്യുക, ട്രൈ ചെയ്ത് നോക്കുക. മൊബൈൽ ലാപ്പ് ഉള്ളവരാണെങ്കിൽ മസ്റ്റായിട്ട് ലാപ്പ് ചെയ്യുക. മൊബൈൽ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിറ്റിയിൽ ഡൗട്ട് ചോദിച്ച് എങ്ങനെയാണ് റണ്ണ് ചെയ്യുക, ഈ കമാൻഡ് ലൈൻ സ്പേസ് അല്ലെങ്കിൽ കോഡ് സ്പേസ് ഒക്കെ എങ്ങനെയാണ് റൺ ചെയ്യുന്നുള്ള കാര്യങ്ങൾ കമ്മ്യൂണിറ്റി ചോദിച്ച് ഡൗട്ട് ക്ലിയർ ചെയ്ത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ആരും മിസ് ചെയ്യരുത്. നല്ലൊരു ഡ്രോപ്പ് എല്ലാവർക്കും നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. ബൈ ബൈ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ആൻഡ് കമൻറ്റ് ഇട്ടോളൂ. ഓക്കെ, ബൈ.